അപ്പൊ ഒരു പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ വർക്ക് ഉണ്ടാകുന്നു. അപ്പൊ ആ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഹോട്ടലെത്തി. ഹോട്ടലിൽ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് പോവാറ്. ബനെ കണ്ടില്ലേ, ഇപ്പൊ നോമ്പെടുത്തതിന്റെ കഥ പറയാം. വൈകുന്നേരം വൈകി കിടന്നിട്ട് രാവിലെ വൈകി നീച്ചതിന്റെ കഥയും പറയണേ. എന്നിട്ട് 3 മണിക്ക് മുറിച്ചു നിന്നു. ആ നോമ്പിന്റെ കഥയും പറയണേ. സത്യം ഒരു നോമ്പെടുത്തു അന്ന് നോമ്പെടുത്തു, പക്ഷെ അന്നൊരു 3 മണിക്ക് മുറിച്ചു. നിങ്ങളെ കേട്ടില്ലോ ഓന്റെ വർത്താനം. 3 മണിക്ക് നോമ്പ് മുറിച്ചാൽ ഫുൾ ഡേ നോമ്പെടുത്ത മാതിരി പറഞ്ഞു കേട്ടെ. അങ്ങനെ ഓന്റെ തള്ളും കേട്ട് ഞങ്ങൾ ഫുഡ് റെഡി ആക്കിക്കൊണ്ടൊക്കെ എന്ത് നോമ്പെടുക്കാനുള്ള ഫുഡ് ഫ്രൂട്ട്സ് കാര്യം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചെറുക്കതാ പിന്നെയും തള്ളൽ തുടങ്ങിയിരിക്കുന്നു. പോലീസുകാരെ തല്ലി വരേണ്ടത് പുതിയ തള്ളലും. അങ്ങനെ ഓനെ തള്ളൽ കഴിഞ്ഞപ്പോ ഞങ്ങൾ സാധനം ലോഡാക്കൽ തുടങ്ങിയിരിക്കണം. അതിനിടയ്ക്ക് നമ്മളെ വീഡിയോ കിട്ടാൻ വേണ്ടിട്ട് നമ്മളൊരു പോരാട്ടത്തിൽ ഇറങ്ങിയേക്കാം. അങ്ങനെ ചെമ്പൊക്കെ വലിച്ചായിട്ട് ഞങ്ങൾ വർക്ക് എടുക്കുന്ന സ്ഥലത്ത് അങ്ങനെ നമ്മളവിടെ വർക്ക് എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തി. എന്നൊരു പെരയിലാ നോമ്പറക്കല്. നമ്മൾ വേഗം തന്നെ ടേബിളും കാര്യമൊക്കെ സെറ്റ് ചെയ്തു. കാരണം നോമ്പറണ്ടേ വെഴുകാൻ പറ്റൂല. കൃത്യം 6:40 കൊടുക്കണവർക്ക്, അല്ലെങ്കിൽ പിന്നെ അടി കിട്ടും. അങ്ങനെ ഏകദേശം സമയമാകുമ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഫ്രൂട്ട്സ് കടി അവർക്ക് നോമ്പറക്കുള്ള കാരക്കയും വെള്ളം. ഓരങ്ങനെ നോമ്പറത്തിന് ശേഷം നേരെ ഒരു പള്ളിക്ക് നിസ്കരിക്കാൻ പോയി. അപ്പൊ ഞങ്ങൾ ഫുഡ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫുഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം തിരക്കാൻ വേണ്ടി പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ടേബിളും കാര്യങ്ങളൊക്കെ മടക്കിയിട്ട് ഞങ്ങൾ ലോഡും കയറ്റിയിട്ട് ഞങ്ങൾ കടയിലെത്തി സാധനങ്ങൾ. അപ്പൊ എന്നാ അത്ര തന്നെ ഉള്ളപ്പോ മറ്റൊരു ബായ്. പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്നല്ലേ സബ്സ്ക്രൈബ് അക്കൗണ്ട് കൂടാറില്ല. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കി.